ഉപയോഗം കഴിഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട നിരവധി വസ്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ ചിലത് എനിക്കും കിട്ടി. അവയെ നമുക്ക് പുതിയ രൂപത്തിലാക്കി എടുത്താലോ? ആദ്യം നമുക്ക് ഈ മെഡിസിൻ ബോട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിൻ്റെ ലേബലൊന്ന് കളയേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കിതിനെ ഒന്ന് കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി നമുക്കിതിനെ എടുത്ത് ഇതിൻ്റെ ലേബൽ നമുക്ക് പതുക്കെ കീറിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ കീറിയെടുക്കാനാവും. വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇത് കുപ്പിയിലെ ലേബൽ മുഴുവനായിട്ടും പോയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കഴുകി വൃത്തിയാക്കി ഒന്ന് തുടച്ചെടുക്കാം. അങ്ങനെ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളർ അടിക്കാം. ഞാനിവിടെ സ്പോഞ്ച് ഉപയോഗിച്ച് വൈറ്റ് കളറാണ് അടിക്കുന്നത്. അതും മുഴുവനായിട്ട് അടിക്കുന്നില്ല, ഹാഫ് പോർഷൻ മാത്രമേ അടിക്കുന്നുള്ളൂ. ഇതുപോലെ നിരവധി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് കാണണേ. അതുപോലെ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ ഇവിടെ കുപ്പിയുടെ പകുതി ഭാഗം ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ കളർ കൂടി ബാക്കിയുള്ള ഭാഗത്ത് അടിച്ചെടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം. ഞാനിവിടെ വൈറ്റ് ആൻഡ് ഗ്രീൻ കോംബോയിലാണ് അടിച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരു കുപ്പി കിട്ടിയാൽ വെറുതെ കളയരുതേ. ഇതുപോലെ 2 കളറും നമ്മൾ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്റർ പോർഷനിൽ ചെറിയ ചെറിയ പൂക്കൾ കൂടി വരച്ചെടുക്കാം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളെയാണ് നമ്മൾ വരച്ചെടുക്കേണ്ടത്. അങ്ങനെ ബോട്ടിലിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ പൂക്കൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു വൂളൻ ത്രെഡ് എടുത്ത് കുപ്പിയിൽ ഇതുപോലെ നമുക്കൊന്ന് ചുറ്റി കെട്ടി വയ്ക്കാം. ഒരു കുഞ്ഞു ബോ വരുന്ന തരത്തിലാണ് നമ്മൾ വൂളൻ ത്രെഡ് കെട്ടി വെക്കേണ്ടത്. ഇനി ബാക്കിയുള്ള നൂല് നമുക്ക് വെട്ടിക്കളയാം. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് വെക്കാൻ നമുക്ക് കുറച്ച് പൂക്കൾ കൂടി ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ പിസ്താ ഷെല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താ, ഒരു ഈർക്കലയാണ്. ഇനി ഇതുപോലെ ഒരു പേപ്പറിൻ്റെ കഷ്ണം എടുത്ത് ഈർക്കിലിൻ്റെ ഒരറ്റത്ത് നമുക്ക് ചുറ്റിക്കൊടുക്കാം. ഞാനിവിടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ടുലിപ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പേപ്പർ ചുറ്റി കൊടുക്കുമ്പോൾ പിസ്താ ഷെല്ലിന് ഒന്നുകൂടി ഉറപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പേപ്പർ മുഴുവൻ നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പശ തേച്ച് ഓരോ പിസ്താ ഷെല്ലുകളായിട്ട് ഒട്ടിച്ചു തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ ടുലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഇഷ്ടമുള്ള കളർ നൽകാം.
ഇങ്ങനെ കുറച്ച് ടുലിപ്സ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ബോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആക്രിക്ക് പോകേണ്ട ബോട്ടിൽ ഇപ്പോൾ നമ്മുടെ ഷെൽഫിലെ താരമായി മാറിയിട്ടുണ്ട്. എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനി നമുക്ക് കിട്ടിയ മറ്റൊരു ഐറ്റമാണ് കൊട്ടത്തേങ്ങ. കുറേ നാളുകളായിട്ട് മണ്ണിൽ അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ അവരെ ഞാൻ അങ്ങോട്ട് എടുത്തു, കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നാലും ചില അല്ലറ ചില്ലറ മിനുക്കുണികൾ ആവശ്യമാണ്. അതുകൊണ്ട് കത്തി ഉപയോഗിച്ച് അതിനെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ സാൻഡ് പേപ്പർ ഇല്ല, അതുകൊണ്ടാണ് കത്തി ഉപയോഗിക്കുന്നത്. കത്തി ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണേ. ഇനി കത്തിയല്ലാതെ വേറൊരു മാർഗം കൂടിയുണ്ട്. ഇതുപോലെ ഒരു കരിങ്കല്ലെടുത്ത് നമുക്ക് ആവശ്യമുള്ള ഭാഗം നന്നായി ഉരച്ചെടുക്കാം. നന്നായി വൃത്തിയായി കിട്ടും. അങ്ങനെ 2 തേങ്ങകളും നമുക്ക് നന്നായി വൃത്തിയാക്കി എടുക്കാം. ഇപ്പം നമ്മൾ തേങ്ങകളെയൊക്കെ നന്നായി മിനുസപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഞാൻ ഇവിടെ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. കുറച്ചധികം ക്ഷമ തന്നെ വേണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ നമുക്ക് 2 തേങ്ങയുടെയും മുകൾ ഭാഗം കുറച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നമ്മൾ 2 തേങ്ങയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളിൽ നമുക്ക് വേസ്റ്റ് എല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതുപോലെ ഷാർപ്പായ എന്തെങ്കിലും വെച്ച് ഒന്ന് ചുരണ്ടിയെടുത്താൽ നമുക്കതിൻ്റെ ഉള്ളിലെ വേസ്റ്റ് എല്ലാം നീക്കി കളയാനായിട്ട് സാധിക്കും. ഇനി നമുക്കിതിനൊന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലേ ഉപയോഗിച്ച് ഇതിൻ്റെ അടിവശത്ത് ഇതുപോലെ നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ 2 ചിരട്ടകളിലും നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള കളറ് നൽകാം. ഞാനിവിടെ ഡാർക്ക് ഷെയ്ഡും അതുപോലെ അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡുമായിട്ടാണ് കളർ ചെയ്യുന്നത്. അങ്ങനെ 2 ചിരട്ടകൾക്കും നമുക്ക് ഇഷ്ടമുള്ള കളറ് നൽകാം. അപ്പോൾ നമ്മൾ കളറൊക്കെ അടിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പ്ലാന്റർ പോട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഇല്ല, അതുകൊണ്ട് ഞാൻ റിയൽ പ്ലാന്റ്സ് ആണ് ഇവിടെ വെച്ച് കാണിക്കുന്നത്. എങ്ങനെ, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനി ഈ ഫ്യൂസ് പോയ ബൾബിനെ നമുക്ക് സുന്ദരക്കൊട്ടാനാക്കിയാലോ? ആദ്യം നമുക്ക് ഈ ബൾബിൻ്റെ ഉള്ളിലത്തെ ഫിലമെൻ്റൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇത് ഇളക്കിയെടുക്കുക എന്നതൊരു മെനക്കെടാണെങ്കിലും നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ക്രാഫ്റ്റ് കൂടിയാണ്. അങ്ങനെ തട്ടും മുട്ടും കുത്തുമായിട്ട് നമ്മളത് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൾബിനെ കഴുകി നീറ്റാക്കി എടുക്കാം. ഞാനങ്ങനെ ഇവിടെ നീറ്റാക്കി എടുത്തതാണ്. ഇനി ഈ ബൾബിന് മുഴുവനായിട്ടും കളർ അടിച്ചു കൊടുക്കാം. സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ കളറൊക്കെ നന്നായി അടിച്ച് നമ്മൾ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഹാർട്ട് ഷേപ്പുകൾ വരച്ചെടുക്കാം. ചെറുതും വലുതുമായിട്ട് നമുക്ക് മുഴുവനായിട്ടും ഇതിലേക്ക് വരച്ചു കൊടുക്കാം.
അപ്പോൾ അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലൊരു ബോട്ടിൽ ക്യാപ്പാണ് ആവശ്യം. അതിൻ്റെ മുകളിൽ ഇതുപോലെ പശയൊന്ന് തേച്ച് നമുക്ക് ബൾബിനെ ഇതിലേക്ക് ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ ബൾബിനെ ഇരിക്കാനൊരു സ്റ്റാൻഡും ആയി. ഇനി നമുക്കിതിന് ഒരു ബോ കൂടി ഉണ്ടാക്കി ഇതിൻ്റെ ടോപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഏതെങ്കിലും ഒരു പ്ലാന്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായത് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.